ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ എപ്പിസോഡ് നമ്പർ 18. അങ്ങനെ 18 എപ്പിസോഡ് എത്തി നമ്മൾ. മാഷാ അല്ലാ, നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇടയിൽ ഒരു ബ്രേക്ക് വന്നെങ്കിലും രണ്ടാമത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് അത് ഇന്ന് 18 എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. അൽഹംദുലില്ലാ. ഇത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുമല്ല, നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ കോമൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല കോഡ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് റൈറ്റിങ്സും കുറേ ആളുകൾ കോമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതെല്ലാം കാണുന്നുണ്ട്, അതെല്ലാം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇൻസ്റ്റയിൽ നമ്മളെ റീൽസിൻ്റെ താഴെ കോമൻറ്റ് ചെയ്യണമെന്ന്. അത് കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ഇൻസ്റ്റയിലും ഇപ്പോൾ നമ്മുടെ റീലിന് താഴെ കോമൻറ്റുകൾ വരുന്നുണ്ട്, അതായത് കോഡ്സുകൾ കോമൻറ്റ് വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്, കാരണം ഒരുപാട് ആളുകൾ കാണും, നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടും. നല്ല പ്ലാറ്റ്ഫോംസ് ആണ്, യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും. സോ മാക്സിമം നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. സോ മാക്സിമം എല്ലാവരും കോമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കോഡ്സും റൈറ്റിങ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഇപ്പം ഞാൻ വായിക്കാൻ പോകുന്ന കോഡ്സ് ആയിക്കോട്ടെ റൈറ്റിങ്സ് ആയിക്കോട്ടെ, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ട ഏതാണെന്ന് കൂടെ ഒന്ന് കോമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് എഴുതിയ ആൾ അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്ത ആൾ ചിലപ്പോൾ ആ ഒരു കോമൻറ്റ് കാണുമ്പോൾ അയാൾക്ക് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. നാളെ നിങ്ങളുടെ കോട്ടും നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയൊരു കോട്ട് ഒരാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് അയാൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടൂലേ, ഒരു സന്തോഷം കിട്ടൂലേ? അതേപോലെ അവർക്കും കിട്ടട്ടെ. ലൈക്ക് നമുക്ക് അവരുടെ ആ ഒരു കോട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അവരറിയട്ടെ. സോ നിങ്ങൾ എന്തായാലും കോമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് കോട്ടാണ് റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം, എപ്പിസോഡ് 18 വീഡിയോ കോട്ട്സിലും റൈറ്റിങ്സിലോട്ടും കടക്കാം. ഫസ്റ്റ് വൺ, 18ാമത്തെ എപ്പിസോഡിൽ ആദ്യത്തത് toji.f13 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ് ഒരു വീഡിയോ ആണ്. I can't tell anybody how much mental pressure I'm facing now. സത്യമാണ് കേട്ടോ. അതായത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു മെൻ്റൽ പ്രഷർ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ആരോടും പറയാൻ പറ്റണം എന്നില്ല. അത് പറയാൻ പറ്റണം എന്നില്ല എന്ന് മാത്രമല്ല, ചില ആളുകളോട് നമുക്ക് പറയാൻ കഴിയൂല. അതായത് ചില ആളുകളോടല്ല, നമുക്ക് പറയാൻ കഴിയാതായി പോകുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്ന കാര്യം പുറത്ത് തുറന്ന് പറയാൻ പറ്റാതായി പോകുന്നൊരു പോയിന്റ് ഫേസ് ചെയ്ത ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര ഹാർഡ് പോയിന്റ് ആണത്. കാരണം നമ്മുടെ ഉള്ളിൽ അത്രയും പൊളിഞ്ഞ് നിൽക്കാവും, തകർന്ന് നിൽക്കാവും. ഒരാളോട് ഷെയർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് എന്താ പറയുക, ഒന്നിനും പറ്റാതായി പോകുന്ന ഒരു പോയിന്റാണത്. അത് ഫേസ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ആ ഒരു പോയിന്റ് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. നമുക്ക് പിന്നീടൊരു പ്രശ്നം വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വരും. ലൈക്ക് ഫസ്റ്റ് കോട്ട് തന്നെ കുറച്ച് എന്താ പറയുക, വളരെയധികം ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നായിപ്പോയി. ഐ കാൻ ടെൽ എനിബഡി ഹൗ മച്ച് മെൻ്റൽ പ്രഷർ ഐ എം ഫേസിങ് നൗ. സത്യമാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു കേസിലൊക്കെ സത്യമാണെന്ന് തന്നെ പറയാം അല്ലേ. എൻ്റേത് മാത്രമല്ല, കുറേ ആളുകൾക്ക് അതുണ്ടാവും. അടുത്തത് പേജ് പെറ്റൽസ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. ഒരു ബുക്കിലെ ഒരു ചാപ്റ്ററാണ്. അതിൽ മാർക്ക് ചെയ്തൊരു ലൈൻസ് ഉണ്ട്. കഴിഞ്ഞ അധ്യായം വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരുന്നാൽ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് ശരിയാട്ടോ. അതായത് വളരെ സിമ്പിളായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റിൽ നമ്മൾ സ്റ്റക്കായി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഫ്യൂച്ചറിനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് ദർ ഇസ് നോ ഫ്യൂച്ചർ വൈൽ വി ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ എത്രത്തോളം നമ്മുടെ പാസ്റ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ ഉള്ളത്? സത്യം പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ മാത്രമല്ല, വി ഡോണ്ട് ഹാവ് പ്രസൻറ്റ്. അതായത് നമ്മൾ നമ്മുടെ ഓർമ്മകളിലാണ് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് നാളെ എന്ന് പറയുന്ന ദിവസങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിൽ ഇങ്ങനെ അകപ്പെട്ട് കഴിയാണ്. അതൊരിക്കലും നമുക്ക് നല്ലതല്ല. കാരണം ലൈഫ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും തീരാം. ഡെത്ത് ഈസ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഡെത്ത് ഈസ് ദ മോസ്റ്റ് റിയാലിറ്റി. സോ ആ ഒരു കാര്യം നമുക്ക് മുന്നിൽ ഒരു റിയാലിറ്റി പോലെ, മരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി ഏത് നിമിഷവും സംഭവിക്കാം എന്നൊരു വലിയ സത്യമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം, അതിൽ ഓരോ ദിവസവും നമ്മൾ വീണ്ടും കഴിഞ്ഞു പോയ കാലത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ വി ആർ വേസ്റ്റിംഗ് അവർ ലൈഫ്. എത്ര ആളുകൾ കൊതിക്കുന്നുണ്ടാകും ഒരു നല്ല രീതിയിലൊന്ന് ജീവിക്കാൻ. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നടക്കുന്ന ആൾ കൊതിക്കും ഒരു സൈക്കിൾ കിട്ടാൻ, സൈക്കിളുള്ള ആൾ കൊതിക്കും ഒരു ബൈക്ക് കിട്ടാൻ, ബൈക്കുള്ള ആൾ കൊതിക്കും ഒരു കാറ് കിട്ടാൻ, കാറുള്ള ആൾ വീണ്ടും കൊതിക്കൊരു അതിലും വലിയ കാർ കിട്ടാൻ. സോ അതേപോലെ ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്നത് ഒരു എൻഡില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോട് ഇങ്ങനെ പോവുകയാണ്. ആ ഒരു സമയത്ത്
കുറേ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നത് കഴിഞ്ഞു പോയ ഏതോ കാലത്തിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളിലും അകപ്പെട്ട് അതൊരു ലൂപ്പ് പോലെ അതിൽ പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയാ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുകയല്ല, നിങ്ങൾ ഏതോ ഒരു ഓർമ്മയിൽ കുടുങ്ങി നിൽക്കുകയാണ്. യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. നിങ്ങൾക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഡെത്ത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇറ്റ്സ് അൺഎക്സ്പെക്റ്റഡ്. ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. സോ പറ്റുന്ന സമയം ഒരു ലൂപ്പിൽ പെട്ടു പോകാതെ ഒന്ന് ജീവിക്കടോ. സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല. ഓണാവാന്നല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. നമ്മളങ്ങോട്ട് ജീവിക്കന്നെ. സോ ട്രൈ ടു മൂവ് ഓൺ. സ്റ്റക്കായി നിൽക്കരുത്. നല്ലൊരു കോട്ടാണ്, നല്ലൊരു റൈറ്റിംഗ് ആണ് ആക്ച്വലി ഇത്. അടുത്തത് ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. ചിരിച്ചു കാണിക്കുന്നവരൊക്കെ സന്തോഷവാന്മാരാണെന്ന് കരുതരുത്. തകർന്നുപോയ മനസ്സിനെ ഒളിച്ചു വെക്കാൻ അവർ കണ്ടെത്തിയ അവസാന മാർഗമായിരിക്കും ആ ചിരി. ഇത് കുറേയൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഞാനും ഓൾറെഡി കുറെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തൊരാൾ ചിരിച്ച് കാണുന്നുണ്ട്, ഒരാൾ നമ്മളോട് ചിരിച്ച് എന്ന് വെച്ചാൽ ഉള്ളിൽ ഹാപ്പി ആവണമെന്നില്ല. ഒരാൾ പുറത്ത് വളരെയധികം റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ ഉള്ളിൽ അങ്ങനെ ആവണമെന്നില്ല. സിറ്റുവേഷൻ കവറപ്പ് ചെയ്യാൻ പല ആളുകളും പല രീതിയിൽ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന കാര്യം ആരെയും അറിയിക്കാതെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു തോട്ടിൽ ജീവിക്കുന്ന ആളുകൾ പുറമെ ഉള്ളിൽ എത്ര വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും പുറമെ അത് കാണിക്കില്ല. അവർ ഇല്ലാത്തൊരു പുഞ്ചിരി മുഖത്തിങ്ങനെ വെച്ച് നടക്കും. ആ ആളുകൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തകർന്നു പോയൊരു ആ ഒരു മനസ്സിനെ പിടിച്ച് നിർത്തുകയാണ് അവർ. പുറത്ത് ആരെയും കാണിക്കാതെ അവർ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ എന്താ പറയുക, ഉള്ളിൽ വളരെയധികം സന്തോഷമായിട്ട് ആ സന്തോഷത്തിനൊന്നും സംഭവിക്കരുത് വെച്ചിട്ട് പുറത്ത് കാണിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യം എന്താണ്, നമ്മൾ ചിരിച്ചുകൊണ്ട് കാണുന്ന എല്ലാവരും സത്യത്തിൽ ഹാപ്പി ആവണമെന്നില്ലടോ. അവരുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഓടുന്നുണ്ടാകാം. പുറത്ത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറത്ത് ആരും അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് വേദനകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാകും. നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊന്ന് ആലോചിക്കണം, ആ പുറമേ കാണുന്ന ആള് തന്നെയാണോ അയാളുടെ ഉള്ളിലുള്ളത്. നമ്മളെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ഇതാണ്. സോ അത് വെച്ച് നമ്മൾ പറയുന്നത് എന്നത് അതൊരു തരത്തിൽ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആരെ ജഡ്ജ് ചെയ്യാൻ, മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഒരാൾക്കും അറിയില്ല. ആരെങ്ങനെ നോക്കി കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ മറ്റൊരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അയാൾ പറയാതെ, അയാൾ എക്സ്പ്രസ് ചെയ്യാതെ നമുക്കും മനസ്സിലാക്കാൻ കഴിയില്ല. സോ അയാൾ പുറത്ത് ബിഹേവ് ചെയ്യുന്നത് വെച്ചിട്ട്, അതായത് ചിരിച്ച് കളിച്ച് നടക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാവരും ഹാപ്പി ആവണമെന്നില്ല. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടെ. നിങ്ങൾ സത്യത്തിൽ ഹാപ്പിയാണോ? നിങ്ങൾ പുറത്ത് ചിരിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ സമയത്തും നിങ്ങൾ ആ പുറത്ത് കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തും ഹാപ്പിയാണോ? ആണോ? ഉത്തരം കിട്ടും. സോ വളരെ ടച്ചിങ് ആയ ഒരു കോട്ടല്ലേ. അടുത്തത് ദക്ഷിത് ദേവ് 1992 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. വീണ്ടും ഒരു ബുക്ക് ഒരു പേജിൽ ഒരു മാർക്ക് ചെയ്തൊരു ലൈൻസ് ആണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാൻ മടിച്ചതും അവർ കേൾക്കാൻ കൊതിച്ചതും ഒന്നാകാം. നഷ്ടപ്പെടുമെന്ന് കരുതി ഒരു പ്രണയവും തുറന്നു പറയാതിരിക്കരുത്. വല്ലാത്തൊരു ലൈൻസില് എടാ, ഇതൊക്കെ ഇന്ന് കണ്ട കുറേ കോഴ്സിൽ പലതും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ നമ്മളെ ഉള്ളിൽ ഒരാളോട് ഇഷ്ടം തോന്നിയാലേ നമ്മൾ തുറന്നു പറയണടാ. അതൊരിക്കലും നമ്മൾ മൂടി വെക്കരുത്. കാരണം ടൈം എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം വാല്യുബിൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കിഷ്ടം തോന്നിയ ഒരാൾ നമ്മൾ പറയാൻ വൈകി, ആ സമയത്ത് മറ്റാരെങ്കിലും പറഞ്ഞിട്ട് ആ ഒരു ഇഷ്ടം നമ്മളിൽ നിന്ന് പോയാലോ? ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടം കിട്ടിയിട്ടുണ്ടെങ്കിലോ? അപ്പോൾ കുറേ ആൾക്കാർ പറയും അപ്പോൾ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന്. പക്ഷെ എങ്കിൽ പോലും നമ്മളൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നോ? ശരിയല്ലേ? പിന്നെ അതുപോലെ തന്നെ ചില ആളുകളെ കണ്ടടാ, നമ്മളൊന്ന് പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടാവും. നമ്മളും ഇല്ലേ,
നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിക്കലില്ലേ? അങ്ങനത്തെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരാളോട് ഒരു ഇഷ്ടം, ഒരു പ്രണയം തോന്നിയാൽ അതൊരിക്കലും സമയം കളയാതെ തുറന്നു പറയണം. ചിലപ്പോൾ ആ ഒരൊറ്റ തുറന്നു പറച്ചിൽ അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ തുറന്നു പറഞ്ഞാൽ മതി. വളരെയധികം നല്ല ബ്യൂട്ടിഫുൾ ലൈൻ, ടു ബി ഓണസ്റ്റ്, നല്ല ബ്യൂട്ടിഫുൾ ലൈൻ. അടുത്തത്, നിന്നെ കണ്ടോ നീ ആൻഡ് ഫോർ ദിസ്. ഏകദേശം 4-5 പേജ് കൊളാബ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തട്ടോ. നമ്മുടെ സ്നേഹത്തിന് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അകൽച്ചയെങ്കിലും അവർക്ക് സന്തോഷം നൽകട്ടെ. ആത്മാർത്ഥമായി അത്രയും സ്നേഹിച്ച ആളുകൾ പിരിഞ്ഞു പോകുന്നൊരു പോയിന്റിൽ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ് ആക്ച്വലി ഇത്. അതായത് നമ്മൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മാറിക്കൊടുക്കുന്നതാണ് അവർക്ക് സന്തോഷം കൊടുക്കുന്നതെങ്കിൽ പല ആളുകളും അങ്ങനെ മാറിക്കൊടുക്കും. ആക്ച്വലി അവിടെ ചെയ്യേണ്ടതും അത് തന്നെയാണ്. കാരണം നമ്മൾ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തടത്ത് പിന്നീട് നമ്മൾ നിൽക്കരുത്. പണ്ട് ഇവിടെ ഞാൻ വായിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നോ റീസൺ ടു സ്റ്റേ ഇസ് ദ ബെറ്റർ റീസൺ ടു ഗോ. നിൽക്കാൻ ഒരു കാരണവും ഇല്ലാത്തതാണ് പോകാനുള്ള ഏറ്റവും നല്ലൊരു കാരണം ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്പേസിൽ നിൽക്കുന്നതിൽ അവർക്ക് തീരെ താല്പര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം മാറിക്കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മാറിക്കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോട് നമുക്കതെല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതായത് ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ, ആ ആൾക്ക് ഞാൻ മാറിക്കൊടുക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കും. കാരണം അവരുടെ സന്തോഷത്തിനാവും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് അത്രയും വേദന സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ മാറിക്കൊടുക്കും. അത് വലിയൊരു ഫാക്റ്റാണ്. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ ആയിപ്പോവും ലാസ്റ്റ്. ഇത് ചെയ്യാനല്ലേ. അടുത്തത്, റോ എഡിറ്റ്സ് ആൻഡ് റോ എഡിറ്റ്സ് 67 എന്ന് പറയുന്ന 2 പേജ് കൊളാബ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്താട്ടോ. ഒരു വീഡിയോ ആണ്. ഹോപ്പിംഗ് ഫോർ ബെറ്റർ ഡേയ്സ് ബട്ട് എവറി ഡേ ഫീൽസ് ഹെവിയർ ദാൻ ദ ലാസ്റ്റ്. ഒരു 80-90% ആളുകളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക, ബെറ്റർ ആക്കണം എന്ന് ഒരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. പക്ഷെ പല ആളുകൾക്കും ഓരോ ദിവസം കഴിയും തോറും ഭാരം കൂടി വരികയാണ്. പക്ഷെ എല്ലാം ഒരു ദിവസം ശരിയാവും. ആ ഒരു ഒടുക്കത്തെ ഹോപ്പ് ഉണ്ടല്ലോ, നമ്മളെന്താ പറയുക, ഒരു 1.5 പ്രതീക്ഷ. നമ്മൾ ജീവിക്കുന്നതിലൊക്കെ നമുക്കൊരു അർത്ഥം തോന്നുന്നൊരു പോയിന്റ് എവിടെയാണെന്നറിയോ? അതായത് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും, എത്രയൊക്കെ സങ്കടം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം ശരിയാവൂടാ, ഒരു ദിവസം എല്ലാം ശരിയായി വരും. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വീണ്ടും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷ എല്ലാ മനുഷ്യർക്കും വേണം. കാരണം നമ്മൾ പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ നമ്മൾ തോറ്റുപോകാം, തകർന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര തോറ്റുപോയാലും എത്ര തകർന്നു പോയാലും നമ്മൾ തളർന്നു പോകരുത്. കാരണം തളർന്നു പോയാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ട് കൂടുകയാണ്. പക്ഷെ തകർന്നു പോയാൽ നമുക്ക് വീണ്ടും അത് റീബിൽഡ് ചെയ്യാൻ ഉള്ള ഒരു എനർജി നമുക്കുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീബിൽഡ് ചെയ്യാം. പക്ഷെ നമ്മൾ തളർന്നു പോയാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കൂടടാ. മാക്സിമം എന്ത് ചെയ്യുക, തളർന്നു പോകാതിരിക്കാൻ പരമാവധി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോപ്പ് എന്നുള്ള കാര്യം ആക്ച്വലി വലിയൊരു വെപ്പണാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു വെപ്പണാണ് ഹോപ്പ്, പ്രതീക്ഷ. നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും, നമുക്ക് വീണ്ടും തകർച്ചകളും തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷ വരുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നമുക്ക് വരുന്നൊരു വിശ്വാസമുണ്ട്, ഒരു ദിവസം രക്ഷപ്പെടും. അതിൽ വിശ്വസിക്കുക. എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ, സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായി പ്രയത്നിക്കുക. വൺ ഡേ എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ്. നമ്മുടെ ടോവിനോ എന്താ പറയുക, ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി അത്രയും
അത്രയും ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരു കോട്ടുണ്ട്, എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദി എൻഡ്. ഇഫ് ഇറ്റ്സ് നോട്ട് ഫൈൻ, ഇറ്റ്സ് നോട്ട് ദ എൻഡ്. എല്ലാം അവസാനം ശരിയാകും, അത് ശരിയായിട്ടില്ലെങ്കിൽ അതല്ല അതിൻ്റെ അവസാനം എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതൊരു ഒന്നൊന്നര കോട്ടാണ്. നമ്മൾ എന്ത് പ്രശ്നത്തിൽ വരുമ്പോഴും ലൈക്ക് നമ്മൾ നമ്മുടെ മനസ്സിൽ പറയണം, ഇത് ഇതിൻ്റെ അവസാനമല്ല, ഇതിൻ്റെ അവസാനമാണെങ്കിൽ ഇത് നന്നാവും, അല്ലെങ്കിൽ ഇത് ശരിയാവും. അപ്പോൾ അത് നന്നായിട്ടില്ലെങ്കിൽ അപ്പോൾ ഇനിയും അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകാനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. പിന്നെ സോ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് ഇംകാൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ക്രൈ അലോൺ ആൻഡ് സഫർ അലോൺ ബട്ട് നെവർ ഷെയർ യുവർ ഇന്നർ പെയിൻ ടു എനിവൺ. അതൊരു വലിയൊരു സത്യം കേട്ടോ. അതായത് ഈ ലോൺലിനെസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ഹാൻഡിൽ ചെയ്ത് പഠിക്കുന്നുണ്ടോ അത്രയും നമുക്ക് നമ്മുടെ ലൈഫിൽ പ്ലസ് പോയിന്റ് ആയിട്ട് വരും. കാരണം ക്രൈ എലോൺ ആൻഡ് സഫർ എലോൺ, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ റിക്കവറായി ഒക്കെ കുറച്ച് സമയം എടുക്കും. പക്ഷെ മാക്സിമം നമ്മൾ അതിനുവേണ്ടി സ്വയം എഫേർട്ട് എടുത്ത് സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പഠിച്ച് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. അതായത് ഏത് സിറ്റുവേഷനും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോയിന്റാണത്. സോ ആ ഒരു പോയിന്റ് നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. സോ അതാണ് ഇവിടെ പറയുന്നത്, ക്രൈ അലോൺ ആൻഡ് സഫർ അലോൺ ബട്ട് നെവർ ഷെയർ യുവർ ഇന്നർ പെയിൻ ടു എനിവൺ. നമ്മൾ നമ്മുടെ പെയിൻ ഒരാളോട് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അവർ നമ്മളെ കേൾക്കാനുണ്ട്, നാളെയും അവർ നമ്മളെ കേൾക്കാനുണ്ടാകാം, പക്ഷെ പിന്നീട് എപ്പോഴും അവർ നമ്മളെ കേൾക്കാനുണ്ടാകണമെന്നില്ല. സോ എന്തൊരു പ്രശ്നമാണെങ്കിലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പഠിക്കുക, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് പഠിക്കുക. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് നല്ലതേ അല്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ലൈഫ് നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു സത്യമുണ്ട്, നമ്മളെല്ലാവരും ഒറ്റക്കായി പോകുന്ന പല പോയിന്റ്സും വരും. സോ അതിൽ നമ്മൾ എന്താ പറയുക, ഓക്കെ ആകണം. ആ ഒരു ഒറ്റക്കാകുന്ന ഒരു സമയത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം. സോ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ക്രൈ അലോൺ ആൻഡ് സഫർ അലോൺ ബട്ട് നെവർ ഷെയർ യുവർ ഇന്നർ പെയിൻ ടു എനിവൺ. ഞാൻ പേഴ്സണലി അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ അധികം ഒരു ഷെയറിങ് പേഴ്സൺ അല്ല തീരെ. ലൈക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, ഞാൻ തീരെ ഒരു ഷെയറിങ് പേഴ്സൺ അല്ല. ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും എന്താ പറയുക, എനിക്ക് ഷെയർ ചെയ്യുന്നതിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ല എന്നല്ല, ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ ഒന്നാമത് ഇങ്ങനെ അതുപോലെ തന്നെ ഒറ്റക്ക് ഇതാക്കി എനിക്ക് ഒറ്റക്കാണ് കൂടുതൽ. എന്തിനും ഞാൻ ഒരു കാര്യം, ഞാൻ ഫിലിമിനോടൊക്കെ ഒറ്റക്ക. ഞാൻ അധിക ഫിലിമിനും എന്നല്ല, ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5-2 വർഷമായിട്ട് ഞാൻ ഒറ്റക്കാണ് മൂവിക്ക് പോകല്. ഈ 1.5-2 വർഷത്തിൻ്റെ ഇടയിൽ ഒരു തവണ ഞാൻ വേറൊരാളുടെ കൂടെ പോയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഫ്രണ്ട് അബ്രോഡിൽ നിന്ന് വന്നൊരു സമയത്ത് അവൻ പോകുന്നതിൻ്റെ കുറച്ച് മുൻപ് ലൈക്ക് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞാൻ പോയി. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരുടെ കൂടെ ഒന്നും ഞാൻ അങ്ങനെ സിനിമക്ക് പോലൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ സ്കിപ്പാവും. കാരണം ഞാൻ ഒറ്റക്ക് പോയി എനിക്ക് ഒറ്റക്ക് പോകാൻ ഇഷ്ടം. എനിക്ക് ഫിലിമിന് ഒറ്റക്ക് പോകാൻ, അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ ഒറ്റക്ക് പോകും. എത്ര വലിയ റെസ്റ്റോറൻ്റ് ആണെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ ഒറ്റക്ക് പോകും. അതുപോലെ തന്നെ ഞാൻ ട്രാവൽ ചെയ്യും ഒറ്റയ്ക്ക്, എത്ര ലോങ് വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഞാൻ പോകും. എനിക്കൊരാൾ വേണമെന്നില്ല, എനിക്കൊരു കമ്പനിക്ക് ഒന്നും വേണമെന്നില്ല, ഒന്നും ആവശ്യമില്ല. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായിക്കോട്ടെ, പരിചയമില്ലാത്ത ലാംഗ്വേജ് ആയിക്കോട്ടെ, ആരും വേണമെന്നില്ല, ഞാൻ ഒറ്റക്ക് പോകും. കാരണം ഞാനതിൽ ഞാൻ അതിൽ യൂസ്ഡ് ആയി കഴിഞ്ഞ്, അതുകൊണ്ട് എനിക്കതിൽ ഓക്കെയാണ്, എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. എനിക്കൊരാളുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ, ഒരാളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ആ കാര്യം നടത്താൻ പറ്റുള്ളൂ എന്നൊരു തോട്ടേ എനിക്കില്ല. ഇത് ഞാൻ എൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇത് നമ്മളെ കൊണ്ട് പറ്റും ഈ ഒരു കാര്യം. അതാ ഞാൻ പറയുന്നത്, അതായത് നമ്മൾ കുറച്ചൊന്നിങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കും പറ്റും. ഞാനും ഒരു സമയത്ത് ഇതിലും ഞാനും ഒരു ബിഗിനർ ആയിരുന്നു. എനിക്കും എന്താ പറയുക, ഞാൻ ഒറ്റക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ഞാനും ഇല്ല എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പറയാൻ പറ്റും, കാരണം ഞാൻ ഒറ്റക്ക് പറഞ്ഞ പോലെ തന്നെ സിനിമക്ക് പോലും ഫുഡ് കഴിക്കാൻ പോലും ട്രാവൽ ചെയ്യാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഒറ്റക്ക് പോയതിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഒറ്റക്ക് പോകാനാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഞാനിപ്പോൾ
എത്ര ലോങ് പോവുകയാണെങ്കിലും ഞാൻ എത്ര ലോങ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകും. അതിപ്പം ഇവിടുന്ന് എവിടെ വരെ പോകാനാണെങ്കിലും എത്ര ദിവസം പോകാനാണെന്നുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വളരെ കൂളായിട്ട് പോകും. ഇപ്പം എന്താ പറയുക, ഏതെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഒരു മാസം നിൽക്കണം എന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളും. ഐ എം വെരി ഓക്കെ വിത്ത് ദാറ്റ് ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. സോ നമ്മുടെ എപ്പിസോഡ് 18 ലാസ്റ്റ് കോട്ട്, ലാസ്റ്റ് റൈറ്റിംഗ് എന്താ നമുക്ക് നോക്കാം. ഹീലിംഗ് ഗൈഡ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, സൈക്കോളജി സേസ് വെൻ യു ഫോക്കസ് ഓൺ യുവർ പ്രോബ്ലംസ് യു വിൽ ഹാവ് മോർ പ്രോബ്ലംസ്, ബട്ട് വെൻ യു ഫോക്കസ് ഓൺ പോസിബിലിറ്റീസ് യു വിൽ ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. 100% സത്യമായ ഒരു കാര്യമാണുള്ളത്. കാരണം ഇത് ലൈക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പല ആളുകളോടും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കൂടാണിത്. അതായത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ആ പ്രശ്നത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഇങ്ങനെ വലുതായി 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 നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആയി പോകും എന്ന് നമുക്ക് തോന്നും. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറണം അല്ലെങ്കിൽ തീരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൊല്യൂഷൻസ് ആണ് ചിന്തിക്കേണ്ടത്, പ്രശ്നമല്ലല്ലോ കൂടുതൽ ആലോചിക്കേണ്ടത്. പക്ഷെ മെജോറിറ്റി ആളുകളുടെ അടുത്തൊന്നും പറ്റുന്ന വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കൂടുതലും ആലോചിക്കുന്നത് ആ പ്രശ്നത്തെക്കുറിച്ചാണ്. സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ വഴികൾ കണ്ടെത്തുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ ആ പ്രശ്നം മാത്രം ആലോചിച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ സൊല്യൂഷൻ കിട്ടുന്നത്. പരിഹാരങ്ങൾ വേണമെങ്കിൽ നമ്മൾ പരിഹാരങ്ങൾ ആലോചിക്കണം അല്ലേ? ഒരു പ്രശ്നത്തിനൊരു വഴി നമ്മൾ സോൾവ് ചെയ്യാനൊരു വഴി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. സോ അതിനുള്ള അവസരങ്ങൾ നമുക്ക് വരും, അതിനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ യെസ് ഗൈസ്, എപ്പിസോഡ് 18 നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് സത്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം ഇന്ന് നമ്മൾ വായിച്ച ഒരുപാട് റൈറ്റിങ്സ് ആയിക്കോട്ടെ, കോട്ട്സ് ആയിക്കോട്ടെ, ഇതിൽ പലതും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നതും എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതുമായ കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ കോഡ്സും റൈറ്റിങ്സും വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഞാൻ വളരെയധികം ഹാപ്പി ആകുന്നുണ്ട്. കാരണം ഇതിലൊക്കെ ഞാൻ ഓൾറെഡി, ഇതിലെല്ലാമല്ല, പക്ഷെ ഇതിൽ വന്ന പല കാര്യങ്ങളിലും ഞാൻ വളരെ ഡീപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ലൈഫിൽ അപ്ലൈ ചെയ്ത പല കാര്യങ്ങളും ഇതിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോഡ്സ് വായിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ്, ലൈക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം എന്താ പറയുക ഓക്കെ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് 18 എന്നെ സംബന്ധിച്ച് പേഴ്സണലി വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഹെൽത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ, ബോഡി പെയിൻ ഒക്കെ മാറും. കറൻ്റ്ലി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, വലിയ സീനൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ വീഡിയോ ചെയ്യും. നമ്മളെന്തായാലും ഇനി അടുത്ത വീഡിയോ എന്തായാലും ഇൻഷാ അള്ളാ ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതൊന്നും ഞാനൊരു വീഡിയോയിലും പറയലില്ല, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വളരെ ഫോർമലായിട്ട് വെറുതെ ഒറ്റ വീഡിയോയിലേ പറയുള്ളൂ, അടുത്ത വീഡിയോയിലൊന്നും പറയില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യട്ടോ ഈ വീഡിയോ. കാരണം ഒരുപാട് ആളുകളിലേക്ക് എത്തുമ്പോൾ അത് നാളെ നിങ്ങൾക്കും ബെനിഫിറ്റ് ആണ്. കാരണം നിങ്ങൾ നാളെ ഒരു കോട്ട എഴുതിയിരുന്ന സമയത്ത് അത് കുറേ ആളുകൾ കാണും അല്ലേ? സോ മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ്. സോ നമുക്ക് എപ്പിസോഡ് 19 കാണാം.